Hi everyone, welcome back to English EduHub. Without any lag, let me move to the first part of this essay, Art, Truth and Politics, written by Harold Pinter. This essay is actually a speech mentioned it earlier. This was a speech made by Harold Pinter when he received Nobel Prize for Literature. He video lectured this speech and gave it to the Nobel authorities because he was sick with cancer, and so he couldn't go to receive the prize. So he made the acceptance speech, then sent it to them and screened. This was a highly controversial speech, and he was called that anti-American poet, and that already mentioned in it. ഈ ഒരു സ്പീച്ച് ഹൈലി കോൺട്രവേഴ്സിയൽ ആയതുകൊണ്ടും ആൻറ്റി അമേരിക്കാനിസം എന്ന കുറച്ച് പോയിൻറ്റ്സ് ഇതിലുള്ളതുകൊണ്ടും അതിൻ്റെ എലമെൻറ്റ്സ് ഈ സ്പീച്ചിൽ ഉണ്ടായിരുന്നതുകൊണ്ടും ഈ സ്പീച്ച് വളരെ പോപ്പുലറായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പീച്ചിൻ്റെ റെലവൻറ്റ് പോർഷൻസ് അല്ലെങ്കിൽ കുറച്ച് മോഡിഫൈഡ് വേർഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നൗ മൂവിങ് ഓൺ ടു ദ സ്പീച്ച് പാർട്ട്. The speech begins with a quote of what the author wrote earlier in 1958. Something in 1958. 1958 അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്ന, ഹാരൾഡ് പിൻറ്റർ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൊട്ടേഷൻ കൊണ്ടാണ് ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് we should understand this basic points, this statement very very clearly. കാരണം ഈ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്പീച്ചിനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹിയർ ഹി സേസ് എ തിങ് ഈസ് നോട്ട് നെസസറിലി ഈതർ ട്രൂ ഓർ ഫോൾസ്. സോ ഇറ്റ് ക്യാൻ ബി ഈതർ ട്രൂ ഓർ ഫോൾസ്. ഏതൊരു കാര്യവും അദ്ദേഹം പറയുന്നത് എന്താ, ഏതൊരു കാര്യവും വെൻ ആൻ ഇൻസിഡൻറ്റ് ഹാപ്പൻസ് ഓർ വെൻ വി സീ സംതിങ് ഇറ്റ് വിൽ ഹാവ് ടു സൈഡ്സ്. എന്തൊരു കാര്യം സംഭവിക്കുമ്പോഴും അതിനൊക്കെ രണ്ട് സൈഡ് ഉണ്ടായിരിക്കും. It can be either true or false, or maybe both true and false. ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴും ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അല്ലെങ്കിലോ ചിലപ്പോൾ ട്രൂവും ഫോൾസും ആണെന്നിരിക്കും. അത് നമുക്ക് ഈ ലിറ്ററേച്ചറിൻ്റെ ബേസിലൊക്കെ ബോത്ത് ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ട്രൂ ആണെന്നും പറയാം, ചില കാര്യങ്ങൾ ട്രൂ അല്ല എന്നും പറയാം. ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. വെൻ വി ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രൂത്ത്. ചില ആളുകൾക്ക് ട്രൂ ആവുന്ന കാര്യങ്ങൾ മറ്റു ചില ആളുകൾക്ക് ഫോൾസ് ആയിരിക്കാം. ഓരോ ആളുകളുടെയും പേഴ്സ്പെക്റ്റീവ്സിനനുസരിച്ചാണ്, ഓരോ ആളുകളും നോക്കിക്കാണുന്ന വ്യൂ പോയിൻറ്റിനനുസരിച്ചാണ് ട്രൂത്ത് ആൻഡ് ഫോൾസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ major of the incidents that happens in the world can be seen as gray portion. It will black and white. True or false നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു അസേർഷനെയാണ് അദ്ദേഹം ഈ സ്പീച്ചിലുടനീളം കൊണ്ടു നടക്കുന്നത്. This kind of assertion or argument make sense in the case of and is applicable in the case of art. ഈ പറഞ്ഞ അസേർഷൻ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്, ഏത് ആർഗ്യുമെൻറ്റ്? വെൻ an incident happens or see something, it will have two sides, can be either true or false or maybe both true and false. ഈ പറയുന്ന ആർഗ്യുമെൻറ്റ് this makes sense in the case of and is applicable in the case of art. ആർട്ടിൻ്റെ കേസിലാണ് ഇത് ഏറ്റവും ആപ്റ്റ് ആവുന്നത്. ദർ ഇസ് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ആർട്ട്. അതായത് നമ്മളൊരു ഡ്രാമ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പോം എഴുതുന്നു, നമ്മൾ കുറച്ച് ഇമേജിനേറ്റീവ് ആവുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ കാര്യം ശരിയാണ്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ, ഡിബേറ്റബിൾ ആണോ, സ്റ്റിൽ ഡെവലപ്പിംഗ് ആണോ, ഗോയിങ് ഓൺ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. അത്
ഒരാളുടെ വ്യൂ പോയിൻ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു വ്യൂ പോയിൻറ്റിനനുസരിച്ച് നമുക്കത് തീർക്കാൻ പറ്റും. ഒരു കാര്യത്തിന് ഞാൻ ഒരു ഡ്രാമ വായിച്ചിട്ട് ഞാൻ പറയുവാണ് അത് ട്രൂ ആണ്, അല്ലെങ്കിൽ മാക്ബത്ത് വായിക്കുമ്പം മാക്ബത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം അത് ഫോൾസ് ആണ്, എന്നാൽ ലേഡി മാക്ബത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് ട്രൂ ആണ്. ഇങ്ങനെ ഞാൻ നോക്കിക്കാണുന്ന വ്യൂ പോയിൻറ്റിനനുസരിച്ച് എനിക്കത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. ടു എക്സ്പ്ലെയിൻ ഇറ്റ് മോർ പ്രോപ്പർ വേ, നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഫിലിംസിന് എടുക്കാം. മോഡേൺ ഫിലിംസൊക്കെ നമുക്കറിയാം, അറ്റ് ദ എൻഡ് പ്രോപ്പർ കൺക്ലൂഷൻ ഉണ്ടാവില്ല, നമ്മൾ ഇമാജിൻ ചെയ്ത് കണ്ടുപിടിക്കണം. ശുഭം എന്ന ട്രെൻഡൊക്കെ അവസാനിക്കുകയും പല തരത്തിലുള്ള തോട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വേണ്ടി ബാക്കി വയ്ക്കുന്ന, ഓഡിയൻസിന് വേണ്ടി ബാക്കി വയ്ക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അവിടെ ട്രൂത്ത് നമ്മൾ ഡിസ്കവർ ചെയ്യണം. അത് അങ്ങനെ ഡിസ്കവർ ചെയ്യുന്ന ട്രൂത്ത് തന്നെ ഒരിക്കൽ തോന്നിയതാവില്ല, പിന്നീട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ കണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നത്, പിന്നീട് ഇമാജിൻ ചെയ്യുന്നത് ഒരിക്കൽ തോന്നിയ അതേ കോൺസെപ്റ്റ് ആവില്ല. ഈ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഒട്ടുമിക്ക മോഡേൺ ഫിലിംസും നമ്മൾ തന്നെ വാച്ച് ചെയ്തിട്ടുള്ള ഫിലിംസൊക്കെ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, പല ഫിലിംസിൻ്റെയും എൻഡിങ്സൊക്കെ, കൺക്ലൂഷനൊക്കെ അബ്രപ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്യണം. നമ്മുടെ വ്യൂ പോയിൻറ്റ്സിനനുസരിച്ച്, നമ്മുടെ സെൻസ് ഓഫ് തോട്ടിനനുസരിച്ചിട്ട് ഓരോ ആളുകളും, ഇറ്റ് ഡിപ്പെൻസ്, ഓരോ ആളുകളും ചിന്തിച്ചുണ്ടാക്കുന്ന കൺക്ലൂഷൻ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. പീപ്പിൾ ക്യാൻ ടോക്ക് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് റിയാലിറ്റി. ആർട്ടിൻ്റെ കേസിൽ ഇത് ആപ്ലിക്കബിളാണ്. ഒരു റൈറ്ററിന്, ഒരു ഓത്തറിന് പല രീതിയിൽ സംസാരിക്കാം, പല തരത്തിലുള്ള റിയാലിറ്റി കണ്ടുപിടിക്കാം, പല തരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാക്കാം. ബട്ട് അങ്ങനെയല്ല ഒരു സിറ്റിസൻ്റെ കേസിൽ എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ ഒരു രാജ്യത്ത് റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ജീവിക്കുമ്പോൾ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ കൺട്രി, വെൻ വി ലിവ് ആസ് എ പേഴ്സൺ, വെൻ വി ലിവ് വിത്ത് സർട്ടൻ പൊളിറ്റിക്കൽ വ്യൂ പോയിൻറ്റ്, ചില കാര്യങ്ങളൊക്കെ സത്യമാണെന്നും ചിലതൊക്കെ തെറ്റാണെന്നുള്ള ഒരു ക്ലിയർ സ്റ്റാൻസ് നമുക്കുണ്ടാവണം. ആർട്ടിനെ പോലെ അതും ശരിയാവാം ഇതും ശരിയാവാം എന്നൊരിക്കലും പറ്റില്ല. എ സിറ്റിസൺ റിക്വയേഴ്സ് ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ what is true and what is false. A citizen should have clear idea about the law. He should have clear idea about what is right and wrong. He should have clear idea about whatever happening around us. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആസ് എ സിറ്റിസൺ വി കനോട്ട് സ്റ്റാൻഡ്. അപ്പോൾ നമ്മുടെ ഈ റൈറ്റർ ഹാരൾഡ് പിൻറ്റർ, അദ്ദേഹത്തിന് റൈറ്റർ, ഓഥർ എന്ന രീതിയിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ആസ് എ സിറ്റിസൺ എന്ന രീതിയിൽ അനദർ വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. ദറ്റ് ഈസ് റൈറ്റ് ആൻഡ് റോങ്ങിനിടയിൽ വെരി ക്ലിയർ ഡിസ്റ്റിങ്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നർത്ഥം. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിനൊരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്ത്, വി ഷുഡ് ഹാവ് ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ. At the same time, when we write something like a poem or story, we can go either way as we like it. ഒരു സിറ്റിസൻ്റെ കേസിൽ ഒരിക്കലും ഇമാജിനേറ്റീവ് ആവാൻ പാടില്ല. ട്രൂത്ത്, റൈറ്റ് ആൻഡ് റോങ്ങിൻ്റെ ഇടയിൽ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ അതേസമയം നമ്മളൊരു പോയം എഴുതുമ്പോൾ, ഒരു സ്റ്റോറി എഴുതുമ്പോൾ, ഒരു ഫിക്ഷൻ എഴുതുമ്പോൾ, ഒരു ഡ്രാമ എഴുതുമ്പോൾ, ഇങ്ങനെ ലിറ്റററി പീസൊക്കെ എഴുതുമ്പോൾ ആസ് വി ലൈക്ക് ഇറ്റ്, നമ്മുടെ ഇഷ്ടം പോലെ നമുക്കതിൻ്റെ കൺക്ലൂഷൻ തീരുമാനിക്കാം. പിന്നീട് അദ്ദേഹം ആർട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡ്രാമയെ എടുത്തു പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട്, ഡ്രാമയെ പറയാൻ കാരണം ഹാരൾഡ് പിൻറ്റർ മോസ്റ്റ്ലി റോട്ട് ഡ്രാമാസ്. ദാറ്റ്സ് വൈ ഇൻ ദ കേസ് ഓഫ് ഡ്രാമ ട്രൂത്ത് ക്യാൻ ബി ഇല്യൂസീവ് എന്ന് അദ്ദേഹം പറയുന്നത്. ട്രൂത്ത് ക്യാൻ ബി ഇല്യൂസീവ്. ഡ്രാമയുടെ കേസിൽ ട്രൂത്ത് എപ്പോഴും ഇല്യൂസീവ് ആയിരിക്കും. ഇല്യൂസീവ് മീൻസ് ഇവോൾവിങ്. ഓരോ സമയത്ത് ഓരോ ട്രൂത്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. വി ക്യാൻ കൺക്ലൂഡ് ആസ് വി തിങ്ക്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ സെൻസ് ഓഫ് ഹ്യൂമറിനനുസരിച്ച് അതിനെ നമുക്ക് തീർക്കാൻ പറ്റും. ദാറ്റ്സ് വൈ ഇൻ ദ കേസ് ഓഫ് ഡ്രാമ ട്രൂത്ത് ക്യാൻ ബി ഇല്യൂസീവ്. ദാറ്റ് ഈസ്, യു മൈറ്റ് ബി ഇൻ എ സെർച്ച് ഫോർ ട്രൂത്ത് ഈവൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡ്രാമ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. മോഡേൺ ഡ്രാമാസൊക്കെ ഈ ഒരു ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. ഫിലിംസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
മോഡേൺ ഫിലിംസ്, മോഡേൺ ഡ്രാമാസൊക്കെ നമ്മുടെ വ്യൂ പോയിൻറ്റ്സിനനുസരിച്ച്, നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കൺക്ലൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ട്രൂത്ത് ഡിസ്കവർ ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ ആർട്ടിൻ്റെയോ ഡ്രാമയുടെയോ ഒക്കെ കേസിൽ ദർ വിൽ ബി മോർ ദാൻ വൺ ട്രൂത്ത് ഫോർ ആൻ ഇൻസിഡൻറ്റ്. ആർട്ടിലും ഡ്രാമയിലുമൊക്കെ നമുക്ക് ഒരു ഇൻസിഡൻറ്റിന് തന്നെ മോർ ദാൻ വൺ ട്രൂത്ത്, ഒരു സത്യത്തിനേക്കാളും ഒരു ട്രൂത്തിനേക്കാളും കൂടുതൽ കുറേ സത്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്താ? ഒരു കാര്യം പല രീതിയിൽ നോക്കിക്കാണുമ്പോൾ, ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സിൽ നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബുക്ക് റീഡിങ്. ഒരു ബുക്ക് നമ്മൾ വായിക്കുവാണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഒരു ബുക്ക് വായിക്കുന്നു, കിങ് ലിയർ എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ ഒരു ഡ്രാമ ഞാൻ വായിക്കുന്നു. അപ്പോൾ എനിക്ക് ചില ക്യാരക്ടേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നും ചില ക്യാരക്ടേഴ്സിനൊന്നും ഞാൻ ഒരു കൺസിഡറേഷനും കൊടുക്കില്ല. എന്നാൽ അതേ ബുക്ക് മറ്റൊരാൾ വായിക്കുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ക്യാരക്ടേഴ്സിനൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവാം. ഞാൻ കൺസിഡറേഷൻ കൊടുക്കാത്ത ക്യാരക്ടേഴ്സിനായിരിക്കും അദ്ദേഹം കൂടുതൽ ഹീറോ ആയിട്ടോ ഹീറോയിനായിട്ടോ പ്രൊട്ടാഗണിസ്റ്റായിട്ടോ ഒക്കെ അവർ കണക്കാക്കുന്നത്. ലൈക്ക് വൈസ് ഒരു കവിത, ഒരു പോയം ഒരാൾ വായിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു പോയം റിസൈറ്റ് ചെയ്യുന്നു. അപ്പോൾ പോയത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്, അല്ലേ? ഓരോ ആളുകളുടെയും ഇമാജിനേഷൻ അവരവരുടെ മാനസികമായ അവസ്ഥകൾക്കനുസരിച്ചാണ്, ഇമോഷണൽ സ്റ്റേറ്റിനനുസരിച്ചാണ്. അപ്പോൾ ഒരു പോയം വായിക്കുമ്പോൾ വായിക്കുന്ന ആളിൻ്റെ ഇമാജിനേഷൻ ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വരുന്ന ഔട്ട്കം, അതിൻ്റെ അനാലിസിസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരേ കാര്യത്തിന് തന്നെ ഒരുപാട് തരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സ്, ഒരുപാട് തരത്തിലുള്ള ട്രൂത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചെറിയൊരു എക്സാമ്പിൾ പറയാം ഞാൻ. ഭീംസെൻ ജോഷിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഖയാലിൻ്റെ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ വലിയ ശബ്ദ മാധുര്യത്തിനുടമയായിരുന്ന, നാദോപാസനയൊക്കെ നടത്തിയിരുന്ന ഭയങ്കരമായ സംഗീതജ്ഞനായിരുന്നു ഭീംസെൻ ജോഷി. അദ്ദേഹം തൻ്റെ 80 വയസ്സിലും 80 വയസ്സായപ്പോഴും തൻ്റെ ഭയങ്കര മധുരമുള്ള ശബ്ദത്തിനൊന്നും ഒരു കോട്ടവും തട്ടാതെ ഈ സംഗീത കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ താളത്തിനനുസരിച്ച് ശരീരമൊക്കെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ സംഗീതം ആലപിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ചക്രവർത്തിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പൂമാല, കഴുത്തിലൊരു പൂമാല ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ താഴേക്ക് അടർന്ന് വീണുകൊണ്ടിരിക്കുവാണ്. ഇത് സംഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓഡിയൻസിൻ്റെ കൂടെ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ആ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പറയുവാണ്, അദ്ദേഹത്തിനൊന്ന് അനങ്ങാതെ നിന്നിട്ട് പാടിക്കൂടെ? എത്ര പൂക്കളാണ് അദ്ദേഹം കുലുക്കി കുലുക്കി ഇങ്ങനെ മാലയിൽ നിന്ന് കൊഴിച്ചു കളയുന്നത് എന്ന് പറഞ്ഞു. ഇത് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ആ സ്ത്രീയുടെ വീക്ഷണമായിരുന്നു, അവരുടെ വ്യൂ പോയിൻ്റ് ആയിരുന്നു. എന്നാൽ അവരുടെ ഹസ്ബൻഡ് ഇതേ കാര്യത്തിനെ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. മഹാനായ ഭീംസെൻ ജോഷിയുടെ സംഗീതം കേട്ടിട്ട് മാലയിൽ നിന്ന് പൂക്കൾ പോലും ആ പാദങ്ങളിലേക്ക് അടർന്ന് വീഴുവാണ്, ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുവാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു സംഭവത്തിനെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തത്. അപ്പോൾ ഒരേ സംഭവം തന്നെ ഒരാൾക്ക് പോസിറ്റീവായിട്ടും മറ്റൊരാൾക്ക് നെഗറ്റീവായിട്ടും, അതായത് ഒരാൾ അതിൻ്റെ ട്രൂത്ത് നല്ല രീതിയിലും അത് ട്രൂത്ത് അല്ല എന്ന് മറ്റൊരാൾ ആ ഒരു രീതിയിലും കാണുന്നു. ഇങ്ങനെയാണ് ആർട്ടിൻ്റെ ഒക്കെ കേസിൽ ദർ വിൽ ബി മോർ ദാൻ വൺ ട്രൂത്ത് ഫോർ ആൻ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഡ്രാമ ആൻഡ് ആർട്ട്, ബട്ട് നോട്ട് ഇൻ ദ കേസ് ഓഫ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൻ്റെ കേസിൽ ഒരിക്കലും ഇത് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ ആർട്ടിൻ്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഇൻ ആർട്ട് ഈസ് ഹൈലി ആംബിഗ്യുവസ് ട്രാൻസാക്ഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ആർട്ടിൽ ഈ ഒരു കാര്യം പോസിബിൾ ആയതുകൊണ്ട് തന്നെ ആർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഈസ് ഹൈലി ആംബിഗ്യുവസ്. ആംബിഗ്യുവസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം എന്നൊരു മെൻറ്റാലിറ്റി, highly ambiguous. And it's like quicksand, a trampoline, frozen pool which can go way under and might change shape, colors and so on. ആർട്ടിലുള്ള ലാംഗ്വേജിനെ അദ്ദേഹം കമ്പയർ ചെയ്തത് ഇറ്റ്സ് ലൈക്ക് ക്വിക്ക് സാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേലും ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും.
ട്രാംപലിൻ പോലെയാണ്. ട്രാംപലിൻ എന്താ? ചാടുന്ന സംഭവം നമുക്കറിയാം. എത്ര ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് ചാടുന്നോ അതിനനുസരിച്ച് ഹൈറ്റ് വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പതുക്കെയാണ് ചാടുന്നതെങ്കിൽ നമ്മുടെ ചാട്ടത്തിൻ്റെ ആക്കം പതുക്കെയാണെങ്കിൽ നമ്മൾ എത്തുന്ന ഹൈറ്റും ചെറുതായിരിക്കും. അതേപോലെയാണ്. ആൻഡ് ലൈക്ക് ഫ്രോസൺ പൂൾ, പിന്നെ ഫ്രോസൺ പൂളിനെ പോലെയാണ്. ഫ്രോസൺ പൂൾ അങ്ങേയറ്റം അപകടം നിറഞ്ഞ ഒരു സംഭവമാണ്. എന്താ ഫ്രോസൺ പൂൾ? മഞ്ഞുകാലത്തിലൊക്കെ തണുപ്പുള്ള രാജ്യങ്ങളിൽ പൂൾസൊക്കെ ഫ്രോസൺ ആയിട്ട് കിടക്കും. പക്ഷേ ഇതിൻ്റെ സർഫസ് ലെവൽ മാത്രമായിരിക്കും ഫ്രീസ് ആവുന്നത്, ഫ്രോസൺ ഐസായിട്ട് കിടക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് ബ്രേക്കായിട്ട് നമ്മൾ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകും. ഇതാണ് ഫ്രോസൺ പൂൾ എന്ന പ്രതിഭാസം. ആൻഡ് ഇവിടെ അദ്ദേഹം ലാംഗ്വേജ് ഇൻ ആർട്ട് എന്നുള്ള സംഭവത്തിന് കമ്പയർ ചെയ്യുവാണ്. ഇറ്റ്സ് ലൈക്ക് എ ക്വിക്ക് സാൻഡ്, എ ട്രാംപലിൻ, ഫ്രോസൺ പൂൾ വിച്ച് ക്യാൻ ഗോ വേ അണ്ടർ ആൻഡ് മൈറ്റ് ചേഞ്ച് ഷേപ്പ്, കളേഴ്സ് ആൻഡ് സോ ഓൺ. നമ്മൾ പോകുന്ന ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് നമുക്കതിന് ഉയർച്ചയിൽ എത്തിക്കാൻ പറ്റുന്നത്. നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള ഷേപ്സിലൂടെ പല പല കളേഴ്സിലൂടെ ഒക്കെ മുന്നോട്ട് പോകേണ്ടി വരും. ഇതുപോലെയാണ് ആർട്ടിൻ്റെ ലാംഗ്വേജ്. നമ്മുടെ ചാട്ടത്തിൻ്റെ ഇൻറ്റൻസിറ്റി പോലെയാണ് പിന്നീട് നമുക്കുണ്ടാവുന്ന ഉയർച്ച എന്ന് പറയുന്നത്. അത് ഏത് വഴിക്ക് പോകുമെന്ന് നമുക്കൊരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓൾ ദ വേ ഗോ ഹൗ വി ലുക്ക് അറ്റ് ഇറ്റ്, ഹൗ ദ ഓത്തർ ലുക്സ് അറ്റ് ഇറ്റ് ആൻഡ് ഹൗ ദ വേൾഡ് ലുക്സ് അറ്റ് ഇറ്റ്. ഇതുപോലെയാണ് നമുക്ക് പറയാൻ പറ്റുക ആർട്ടിൻ്റെ ലാംഗ്വേജ്. അറ്റ് ദ സെയിം ടൈം വെൻ വി ലുക്ക് അറ്റ് the life in a very realistic or political view, we need realistic answers. എന്നാൽ ആർട്ടിൻ്റെ കഥ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ റിയൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർ വേയിൽ പൊളിറ്റിക്കൽ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ വി നീഡ് റിയലിസ്റ്റിക് ആൻസേഴ്സ്. അവിടെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ വ്യൂ തിങ്സ് ഓൺലി വിത്ത് എ ഡെഫിനറ്റ് സ്റ്റാൻഡ് പോയിൻറ്റ്. ഒരൊറ്റ സ്റ്റാൻഡ് പോയിന്റിൽ ഷുവറായിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റ് നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം, അതും ശരിയായിരിക്കാം ഇതും ശരിയായിരിക്കാം എന്നൊരിക്കലും നമുക്ക് ഒരു റിയൽ ലൈഫിൻ്റെ കേസിൽ, പൊളിറ്റിക്കൽ വ്യൂവിൻ്റെ കേസിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെയാണ് പൊളിറ്റിക്കൽ തിയേറ്ററും. പൊളിറ്റിക്കൽ തിയേറ്റർ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡ്രാമാസ് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്ന തിയേറ്ററിനെയാണ് നമുക്ക് പൊളിറ്റിക്കൽ തിയേറ്റർ എന്ന് പറയാം. ഡ്രാമ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡ്രാമ ആർട്ടിൽപ്പെട്ടതാണ്. അത് നമുക്ക് ഈതർ ട്രൂ ഓർ ഫോൾസ് എന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്നാൽ പൊളിറ്റിക്കൽ ഡ്രാമ, പൊളിറ്റിക്കൽ തിയേറ്ററിൻ്റെ ഒന്നും കേസിൽ അങ്ങനെ പറ്റില്ല. പൊളിറ്റിക്കൽ തിയേറ്റർ പ്രസൻസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ്. അതെപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം. ആൻഡ് there cannot be any kind of sermonizing. പൊളിറ്റിക്കൽ തിയേറ്ററിൽ ഒരിക്കലും എനി കൈൻഡ് ഓഫ് സെർമണൈസിങ് ഉണ്ടാവാൻ പാടില്ല. സെർമണൈസിങ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് വൺ പെർട്ടിക്കുലർ വ്യൂ പോയിൻറ്റ്. പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് വ്യൂവിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലനിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി എനി കൈൻഡ് ഓഫ് സെർമണൈസിങ് ബട്ട് ഓബ്ജക്റ്റിവിറ്റി. അതിന് ക്ലിയർ ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ള ഓബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. എവ്രിതിങ് ഷുഡ് ബി ക്ലിയർ അറ്റ് ദ ഓഡിയൻസ്. എവ്രിതിങ് ഷുഡ് ബി ആസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ കണ്ടിറങ്ങുന്ന ആളിൻ്റെ, ഓഡിയൻസിൻ്റെ മനസ്സിൽ ആ ഡ്രാമ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിരിക്കണം. ഒരിക്കലും ഓഡിയൻസിന് ഡിസ്കവർ ചെയ്യേണ്ട ട്രൂത്ത് ആയിരിക്കരുത്. അവരുടെ മുന്നിൽ ആസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസിൻ്റെ മുന്നിൽ എന്താണോ പ്രസൻറ്റ് ചെയ്തത് അത് തന്നെ ആയിരിക്കണം റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് പുട്ട് ഇറ്റ് ബ്രീഫ്ലി, ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഒരു റൈറ്ററിന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എന്നാൽ സെയിം പേഴ്സൺ ഒരു സിറ്റിസൺ ആകുമ്പോൾ ഈ ഫ്രീഡം ഉണ്ടാവില്ല. ഹി ഷുഡ് തിങ്ക് ഇൻ എ വെരി വെരി റിയലിസ്റ്റിക് മാനർ. ഏതാണ്ട് അതേ ആസ്പെക്റ്റ് തന്നെയാണ് പൊളിറ്റിക്കൽ തിയേറ്ററിനുള്ളത്. ബിക്കോസ് ഇറ്റ് ഷുഡ് ബി ഓബ്ജക്റ്റീവ്. ദ ക്യാരക്ടേഴ്സ് ഷുഡ് ബ്രീത്ത് ദെയർ ഓൺ. പൊളിറ്റിക്കൽ തിയേറ്ററിലുള്ള പൊളിറ്റിക്കൽ ഡ്രാമ പ്രസൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഷുഡ് ബി ബ്രീത്ത് ദെയർ ഓൺ. there should have no prejudice. The author cannot confine and constrict them to satisfy his prejudice. ഒരിക്കലും ഓഥറിന്, ആ ഡ്രാമ എഴുതിയ ഓഥറിന്
അദ്ദേഹത്തിൻ്റെ പ്രജുഡീസ്, അദ്ദേഹത്തിന് പല കാര്യങ്ങളോടുമുള്ള മുൻവിധികൾ, പ്രജുഡീസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി ഒരിക്കലും ഈ ഡ്രാമയിലെ ക്യാരക്ടേഴ്സിനെ, പൊളിറ്റിക്കൽ ഡ്രാമയിലെ ക്യാരക്ടേഴ്സിനെ നമുക്കൊരിക്കലും ഒരു ചട്ടക്കൂട്ടിലൊന്നും പൂട്ടിയിടാൻ പറ്റില്ല. ലെറ്റ് ദം ഷുഡ് ബി ബ്രീത്ത് ദെയർ ഓൺ. അവരവരുടേതായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. ഒരിക്കലും പ്രെജുഡൈസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന ഫോർമോസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോയിൻറ്റ്സ്. നേരത്തെ നമ്മളിതിൽ പറഞ്ഞു, ഇൻ ദ കേസ് ഓഫ് ഡ്രാമ ദർ മേ ബി മൾട്ടിപ്പിൾ ട്രൂത്ത്സ് at the end, but here in the case of political drama it should leave the audience with proper realistic manner. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഓഡിയൻസിന് കഴിയണം ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ കേസിൽ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മെസ്സേജ് അണ്ടർസ്റ്റുഡ് വെരി വെൽ. ദാറ്റ് ഈ പറഞ്ഞ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് പൊളിറ്റിക്കലി യു എസിലും ചുറ്റുപാടുള്ള രാജ്യങ്ങളിലുമൊക്കെ നടക്കുന്ന ആപ്ലിക്കബിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഭാഗമാണ് ഈ സ്പീച്ചിൽ ഇനി അങ്ങോട്ട് വരാനുള്ളത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അൺടിൽ ദെൻ, ബൈ.